ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അലീനോട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അണക്ക് ഹരിശങ്കർ മോതിരം തരാൻ വരുമ്പോൾ തന്നെ അണക്ക് അവൈജോട് പറയായിരുന്നു, നീ അപ്പം ഇങ്ങനെ ആരോടും പറയാത്തതാണ് ഇപ്പം എത്ര പ്രശ്നത്തിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോട്ടെ വെച്ചിട്ട് വിട്ടതാ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ ഓഫീസിൽ നിന്ന് വരുന്നതാണ്. വൈജ ആണെങ്കിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് വൈജയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ഈ മോതിരം ഹരിശങ്കറിന് തന്നെ കൊടുത്തോളാം, ഇത് വെറും റോൾ ഗോൾഡാണത്, സ്വർണ്ണമൊന്നല്ല എന്ന് പറയുന്നുണ്ട്. ആ ഹരിശങ്കർ നല്ല മിടുക്കനാണ്, അവനല്ലേ കാശ് ചിലവാക്കിക്കളെ, കണി കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി അവൻ കാശ് ചിലവാക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൻ മോതിരം കൊടുത്തവൻ മാന്യൻ, അലീനയാണെങ്കിൽ ഇപ്പോൾ കുറ്റക്കാരത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വൈജ പറയുന്നുണ്ട്, നാളെ തന്നെ അലീനയെ ഇവിടുന്ന് പറഞ്ഞയക്കണം, ഇങ്ങനത്തെ പെണ്ണിനൊന്നും ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല, എന്തായാലും നാളെ തന്നെ അവളെ പറഞ്ഞയക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പറഞ്ഞയച്ചോ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാനല്ല പറയാം, നിങ്ങളാണ് പറഞ്ഞയക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളെ വിളിക്ക്, ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വിളിക്കുന്നുണ്ട്. അലീന വരുന്നുണ്ട്. അലീന വരുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ നാളെ തന്നെ ഇവിടുത്തെ ഇനി ഞങ്ങൾക്ക് ഇവിടെ പണിക്കാരെ ആവശ്യമില്ല, നീ പോയിക്കോന്നും പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞയക്കണമെന്നൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഇനിയിപ്പോൾ നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ പോകുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്ക്. മുത്തശ്ശിക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നാളെയൊക്കെ നേരെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കണം കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇന്ന് തന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാം, ഞാൻ നാളെ പോകുമെന്ന് പറയുന്നത്. നീ ഇപ്പം എങ്ങടാ പോകണം, മുത്തശ്ശിയുടെ മോള് പറഞ്ഞില്ലേ എന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ നാളെ എന്ന് പറയുന്നുണ്ട്. അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ പറയുന്നുണ്ട്. അല്ല, ഇപ്പം സാറും എന്നോട് പോയിക്കോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നാളെ പോവാണ് മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇനി നീ പോയാൽ എനിക്ക് വേറെ ആരാ നിന്നെ നോക്കുക, എന്നെ നീ നോക്കണ പോലെ ആരും നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കേണ്ട, എന്നെക്കാട്ടിലും നല്ല പെണ്ണ് മുത്തശ്ശിയെ നോക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരട്ടെ, മുത്തശ്ശിയുടെ കൈ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വൈജ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നാളെ അവളെ എവിടെയാണെങ്കിൽ അവളെ കൊണ്ടുവന്ന് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിടണം, കാരണം നമ്മൾക്കൊരു ഉത്തരവാദിത്തമല്ലേ, അവൾ എവിടെയെങ്കിലും പോയാൽ നമുക്കായിരിക്കും ആ പേര് ദോഷമൊക്കെ കേൾക്കുക, അതുകൊണ്ട് എവിടുന്നാ കിട്ടിയിച്ചാൽ അവിടെ തന്നെ കൊണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ബാലചന്ദ്രൻ വൈജയോട് പറയണത്, ഞാനല്ല അവളെ ഒപ്പിട്ട് കൊണ്ടുവന്ന്, മനുവാണ് അവളെ ഒപ്പിട്ട് കൊണ്ടുവന്ന, മനുവിനാണ് എല്ലാ ഉത്തരവാദിത്വം പറയുന്നത്, അവൻ എവിടെയോ കിടക്കണം, അവനെ എന്തിനാ അതിലേക്ക് ബുദ്ധിമുട്ടിക്കണം, ശിവായിട്ട് നാട്ടിലില്ലാത്തതല്ലേ, അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളാണ് എല്ലാ കാര്യം നോക്കണം, അവനെ വീട്ടേക്ക് നിങ്ങൾ പോയിട്ട് അവളെ കൊണ്ടേ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പോയിട്ട് അലീനോട് പറയും, ഞാൻ അവളെ നാളെ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അലമാറൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, വേഷ്ടിമുണ്ട് ഒരു ഭാഗത്ത്, സാരിയൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി വേറെ പെണ്ണ് വന്നാൽ മുത്തശ്ശി പറയണം, വേഷ്ടിമുണ്ട് വേറെ ഭാഗത്താണ്, സാരി വേറെ ഭാഗത്താണെന്നൊക്കെ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ആരും വേണ്ട, നീ അല്ലാതെ എനിക്ക് ആരും വേണ്ട, അയ്യോ എന്നോട് പിണങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് അവൾ മുത്തശ്ശിയോട് സമാധാനമാക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു, എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ നിന്നെ പറഞ്ഞയക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ആരോ വാതിൽ മുട്ടണ സമയത്ത് ഉള്ളിലേക്ക് വരും, വാതിൽ അടച്ചിട്ടില്ല പറയുന്നുണ്ട് മുത്തശ്ശി. ആ സമയത്ത് ബാലചന്ദ്രനാണ്, നിന്നെ കാണാൻ ഞാൻ നിൽക്കായിരുന്നു, ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞയക്കണം, അവളൊരു പാവമാണ്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അത് മുത്തശ്ശിയുടെ മകളോട് പറയും, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഇവിടെ നിർത്തിയ ദിവസേന അതിനൊരു കുറ്റമായിരിക്കും, അപ്പോൾ എന്തിനാ അവളൊരു പണിക്കാരത്തി അല്ല, അവൾ പോണേന് നമുക്ക് എന്തിനാ നമ്മൾ വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഇനി അത് വിട്ട് കളയുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ അലീനോട് പോയി ചോദിക്കുന്നുണ്ട്, അലീന നാളെ നിന്നെ ഞാൻ എവിടെ കൊണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സാറൊന്നും കൊണ്ടാക്കണ്ട, ഞാൻ പോയിക്കോളാം, എന്നെ ആരും കൊണ്ടാക്കണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിന് ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമല്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. സാർ ഇവിടുന്ന് ബസ് കയറ്റി വിട്ടാൽ മതി, ഞാൻ പോയിക്കോളാം, ഞങ്ങളുടെ അവിടെ ഉള്ള സിസ്റ്റർമാരുണ്ട്, ഞങ്ങൾ അവിടെ അടുത്തേക്ക് പോയിക്കോളാം പറയുന്നുണ്ട്. അപ്പോൾ അതിന് നീ അവിടെ എത്തിയില്ല എന്ന് എന്താ ഉറപ്പെന്ന് പറയുന്നത്, എനിക്ക് ഇവിടുന്ന് പോയേക്കാട്ടിലും ഞാൻ അഭിമാനത്തോടും സുരക്ഷിതത്തോടും ഇവിടെ നിന്ന് വിട്ടാൽ ഞാൻ കഴിയും, ഇവിടെയാണ് എനിക്ക് പേടി, സാറിൻ്റെ വീട്ടിലെ അഭിമാനം നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ ഒരു ജാതിയായിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് അലീന അവളുടെ മമ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി പറയുന്നുണ്ട്, അങ്ങനെ മമ്മി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി വരുന്നുണ്ട്. അപ്പോൾ മമ്മിയോട് പറയുന്നുണ്ട്, ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മമ്മി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, കാരണം ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ആരുടെയും പൈസ ഒന്നും എടുത്തിട്ടില്ല, എന്നിട്ട് എന്നെ ഇവിടെ ഉള്ളവർ കള്ളിയാക്കി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മമ്മി അവളെ സമാധാനിപ്പിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഒരു പരീക്ഷണഘട്ടമായി ചിന്തിച്ചാൽ മതി, ഒക്കെ ആൾക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞിട്ട് മമ്മി പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ വൈജോട് പറയുന്നുണ്ട്, അവൾ നാളെ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നാ പറയുന്നുണ്ട്, ആരും കൊണ്ടാക്കണ്ട എന്നാ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ അഹങ്കാരത്തിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ എന്ന് ആരും കൊണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വേഗം ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ, അത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ട്. നീ വീട്ടിലുണ്ടോ? അപ്പോൾ ഹരി എവിടെ ചോദിക്കുന്നുണ്ട്. ഹരി ഒരു
സിനിമയ്ക്ക് പോയിട്ടുണ്ട്, അവൻ്റെ ഫ്രണ്ട്സുമാരോടൊപ്പം സിനിമയ്ക്ക് പോയിട്ടുണ്ട് പറഞ്ഞു. എന്താ അങ്കിളെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, എന്താ എനിക്ക് തോന്നി, ഒരു ഡാർക്ക് മൂഡ് കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താ പ്രശ്നം വെച്ചാൽ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പ്രശ്നം പറയാൻ തുടങ്ങുന്ന സമയത്ത് വൈജ പറഞ്ഞാൽ അവനോട് എന്തിനാ പറയേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.